എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയും 2-3 വട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി. അല്ലാഹുവേ എന്റെ സമുദായമേ, അല്ലാഹുവേ എന്റെ സമൂഹം, എന്റെ സമൂഹം, എന്റെ സമൂഹം. ഇബ്രാഹിം പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി, ഈസ പ്രാർത്ഥിച്ചു തന്റെ ജനതയ്ക്ക് വേണ്ടി. അംർ ഇബ്നുൽ ആസ് പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ ഓർത്ത് വിലപിച്ചപ്പോൾ അല്ലാഹു ജിബ്രീലിനെ പുണ്യസന്നിധിയിലേക്ക് നിയോഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ വന്നുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വിഷമിക്കരുത്, അങ്ങ് പ്രയാസപ്പെടരുത്, അങ്ങേ അല്ലാഹു കൈവടിയുകയില്ല, അല്ലാഹുവിനെല്ലാം അറിയാം. വറബ്ബുക അഅലം, നിങ്ങളുടെ റബ്ബിനറിയാം നബിയെ, അതുകൊണ്ട് പ്രയാസപ്പെടരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുഃഖിക്കരുതേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ ജിബ്രീലിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, എന്താണത്? അല്ലാഹു അറിയാമെന്ന് ജിബ്രീലേ നിങ്ങൾ പറഞ്ഞതെന്താണ്? ഉടൻ തന്നെ ജിബ്രീൽ പരിശുദ്ധ റസൂലിനെ അറിയിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരുമെന്ന് മാത്രമല്ല, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ, നബിയെ, അല്ലാഹു നിങ്ങൾക്ക് തരികയും അല്ലാഹു ധാരാളമായി അങ്ങേക്ക് പ്രദാനം ചെയ്യുകയും അല്ലാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന്